ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ നോക്കുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ മൊഡ്യൂൾ 3-ലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ. ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നത് ഡ്രോ ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക് എന്ന രീതിയിലാണ് എക്സാമിന് ചോദിക്കുന്നത്. എന്താണ് ഒരു പവർ സപ്ലൈ എന്ന് പറയുന്നത്? ഡി സി പവർ സപ്ലൈ എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു ഇലക്ട്രോണിക് സർക്യൂട്ട് എടുക്കുകയാണെങ്കിലും അതിലേക്ക് നമുക്കൊരു ഇൻപുട്ട് ഡി സി കൊടുക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ 10 വോൾട്ടേജ് ഡി സി അല്ലെങ്കിൽ 12 വോൾട്ടേജ് ഡി സി ഒരു സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുക്കേണ്ടതായിട്ട് വരും. ആ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഡി സി പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡി സി പവർ സപ്ലൈയുടെ ഇൻപുട്ടായി കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന കറൻറ്റ് 230 വോൾട്ടേജ് എ സി ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഡി സി ആയിരിക്കും. ആ എക്യുപ്മെൻ്റ് ഇൻപുട്ട് കൊടുക്കുന്നത് എ സി ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് ഡി സി ആണ്. അപ്പോൾ ആ എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിലുള്ള ബ്ലോക്ക് ഏതാണ്, ഓരോ ബ്ലോക്കിൻ്റെയും ഫങ്ഷൻസ് ഏതാണ് എന്നുള്ളതാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ എന്ന് പറയുന്നത്. ക്ലാസ്സിലോട്ട് കടക്കുന്നു. സോ ഇതാണ് ഔട്ട്ലൈൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി പവർ സപ്ലൈ, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈ, ഫങ്ഷൻസ് ഓഫ് ഈച്ച് ബ്ലോക്ക് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഡി സി പവർ സപ്ലൈ. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഡി സി പവർ സപ്ലൈ. സോ ഇതാണ് ഒരു പ്രാക്ടിക്കൽ ഡി സി പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഡി സി റെഗുലേറ്റഡ് പവർ സപ്ലൈ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഒരു പ്ലസ് എന്ന് പറയുന്ന ഒരു നോബ് കാണാം, ഇവിടെ മൈനസ് എന്ന് പറയുന്ന നോബ് കാണാം. പ്ലസ് മൈനസ്, ഇതിൻ്റെ ഔട്ടാണ് നമ്മൾ എടുക്കുക, ഔട്ട്പുട്ട്. അത് നമുക്കിപ്പോൾ ഇവിടെ ഒരു 30 വോൾട്ടേജ് ആണ് കാണുന്നതെങ്കിൽ 0 to 30 വോൾട്ടേജ് വരെ വേരി ചെയ്യാൻ പറ്റും. അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കിവിടെ ഫൈനും കോഴ്സും ഉണ്ടായിരിക്കും. ഈ ഫൈനും കോഴ്സും തിരിക്കുകയാണെങ്കിൽ, ഈ നോബ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 മുതൽ 30 വോൾട്ടേജ് വരെ വേരി ചെയ്യാൻ പറ്റും. ഇതിലേക്ക് ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് എ സി ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് ഡി സി ആണ്. ഡി സി പവർ സപ്ലൈയുടെ പ്രാക്ടിക്കൽ ഇമേജ് ആണ്. അതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് എ സി ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് ഡി സി ആണ്. ഇത് ഡ്യുവൽ റെഗുലേറ്റഡ് പവർ സപ്ലൈ ആണ്. ഇതാണ് ഒരു പവർ സപ്ലൈ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. സെക്കൻഡ് പവർ സപ്ലൈ ഡിസ്പ്ലേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്, ഡ്യുവൽ റെഗുലേറ്റഡ് ഡി സി പവർ സപ്ലൈ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ, ഈ എക്യുപ്മെൻറ്റിൻ്റെ ഉള്ളിൽ ഏതൊക്കെയാണ് ബ്ലോക്കുകൾ വരുന്നത്, ആ ബ്ലോക്കിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്, ബ്ലോക്ക് ഡയഗ്രാം ഓഫ് ഡി സി പവർ സപ്ലൈയിൽ പഠിക്കുന്നത്. ഓക്കെ, അതിന് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? എ പവർ സപ്ലൈ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് ടു കൺവേർട്ട് ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഫ്രം എ ഔട്ട്ലെറ്റ് ടു ഡയറക്റ്റ് കറന്റ് ഫോർ പവറിംഗ് എ ഡിവൈസ് ഓർ ലോഡ്. ഓക്കെ, ഒരു സർക്യൂട്ട് ആയാലും ഒരു ലോഡായാലും അത് വർക്ക് ചെയ്യാൻ ആവശ്യമായ ഡി സി വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് ഡി സി പവർ സപ്ലൈയുടെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതിന് ഇൻപുട്ട് വരുന്നത് എ സി ആണ്, ഔട്ട്പുട്ട് കിട്ടുന്നത് ഡി സി ആണ്. ആ ഡി സി നമുക്ക് വേരി ചെയ്യാം. വേരിയബിൾ പവർ സപ്ലൈ ആണെങ്കിൽ 0 to 30 എന്ന് പറയുമ്പോൾ നമുക്ക് 10 വോൾട്ടേജ് ആണ് വേണമെങ്കിൽ അതിന് ഫൈൻ തിരിച്ചുകൊണ്ട് 10 വോൾട്ടേജ് സെറ്റ് ചെയ്യുക, നേരെ 10 വോൾട്ടേജ് എടുത്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ബേസിക്കലി അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണ്? എ സി ടു ഡി സി കൺവേർഷൻ ആണ്. എ സി ടു ഡി സി കൺവേർഷൻ ആണ് ഒരു പവർ സപ്ലൈ നടക്കുന്ന മെയിൻ പ്രോസസ്. എ പവർ സപ്ലൈ ഇസ് എ ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സർക്യൂട്ട് ഡിസൈൻഡ് ടു പ്രൊവൈഡ് സ്റ്റേബിൾ ഡി സി വോൾട്ടേജ്
ഓഫ് ഫിക്സഡ് വാല്യൂ അക്രോസ് ലോഡ് ടെർമിനൽസ് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് വേരിയേഷൻ. അപ്പോൾ നമുക്ക് എന്ത് വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒരു 10 വോൾട്ടേജ് ആണെങ്കിൽ 10 വോൾട്ടേജ് തന്നെ വരണം. അതാണ് ഇതിൻ്റെ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ഫിക്സ്ഡ് ആയിരിക്കണം, ഒരു റെഗുലേറ്റഡ് DC വോൾട്ടേജ് ആയിരിക്കണം അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടേണ്ടത്. ഈ സ്ലൈഡിൽ മനസ്സിലാക്കാനുള്ളത് എന്താണ്? ഒരു DC പവർ സപ്ലൈ എന്ന് പറയുന്നത് ഒരു ACയെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് DC എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ലോഡ് വർക്ക് ചെയ്യാൻ ആവശ്യമായ സഫിഷ്യൻറ്റ് വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ് DC പവർ സപ്ലൈയുടെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഓക്കെ, സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ. ഇതാണ് നിങ്ങൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വരച്ച് പഠിക്കേണ്ടത്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഒരു 5 ടൈംസ് അത് വരച്ച് പഠിക്കുക, അതിൻ്റെ ഫങ്ഷൻസും മനസ്സിലാക്കുക. കൂടാതെ ഓരോ പോയിന്റിലെയും വേവ് ഫോമും കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഉള്ളത്. അതിൻ്റെ മെയിൻ ബ്ലോക്സ് നോക്കിയേ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ഫസ്റ്റ് ബ്ലോക്ക് ഈസ് ട്രാൻസ്ഫോമർ. സെക്കൻഡ് ബ്ലോക്ക് ഈസ് റെക്ടിഫയർ. തേർഡ് ബ്ലോക്ക് ഈസ് ഫിൽട്ടർ ആൻഡ് ഫോർത്ത് ബ്ലോക്ക് ഈസ് റെഗുലേറ്റർ. ഒരു DC പവർ സപ്ലൈയുടെ മെയിൻ ബ്ലോക്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ ആൻഡ് റെഗുലേറ്റർ. ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓരോ ബ്ലോക്കിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നുള്ളതാണ് ഇനി വരും സ്ലൈഡുകളിൽ നമ്മൾ പഠിക്കേണ്ടത്. നോക്കാം. അപ്പോൾ ഇതൊരു ബ്ലോക്ക് ഡയഗ്രാം ആണ്. സിലബസിൽ ബ്ലോക്ക് ഡയഗ്രാം ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബ്ലോക്ക് ആയിട്ടുള്ള ട്രാൻസ്ഫോമർ, റെക്ടിഫയർ എന്ന് പറയുന്നത് ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ ഫിൽറ്റർ, കപ്പാസിറ്റർ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ വോൾട്ടേജ് റെഗുലേറ്റർ IC 7805 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ട് ഡയഗ്രാം പഠിക്കണമെന്നില്ല. സിലബസിൽ നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചാൽ മതി. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ആഡ് ചെയ്ത് എന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് ബ്ലോക്ക് ഏതായിരുന്നു? ട്രാൻസ്ഫോമർ ആയിരുന്നു. ട്രാൻസ്ഫോമർ ആണ് ഫസ്റ്റ് ബ്ലോക്കായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഉദ്ദേശം ഫോർ എക്സാമ്പിൾ ഒരു 5 വോൾട്ടേജ് DC കിട്ടുക എന്നുള്ളതാണ്. 5 വോൾട്ടേജ് DC ആണ് ഔട്ട്പുട്ട് വരേണ്ടത്. ഇൻപുട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് എത്രയാണ്? 230 വോൾട്ടേജ് 50 ഹെർട്സ് AC ആണ് ഇൻപുട്ടിൽ കൊടുക്കുന്നത്. കാരണം നേരെ അതിന് പവർ എടുത്ത് അതിൻ്റെ പ്ലഗ് പോയിന്റിലാണ് കണക്ട് ചെയ്യുന്നത്. അവിടെ വരുന്നത് എത്രയാണ്? 230 വോൾട്ടേജ് 50 ഹെർട്സ് AC ആണ്. അതിനെ 5 വോൾട്ടേജ് DC ആക്കി മാറ്റണം. അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടോ. 230 വോൾട്ടേജിനെ 5 വോൾട്ടേജ് DC ആക്കുക. അപ്പോൾ ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. 230 വോൾട്ടേജിനെ എത്രയാക്കി മാറ്റണം? 5 വോൾട്ടേജ് ആക്കി മാറ്റണം. അപ്പോൾ ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും യൂസ് ചെയ്യുക? നമുക്ക് 2 ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് തന്നെയാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഓക്കെ, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മുടെ ഫസ്റ്റ് ബ്ലോക്ക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫോമറിന്റെ ബേസിക് വർക്കിംഗ് എന്താണ്? കൊടുക്കുന്ന വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ആണ് ചെയ്യുന്നത്. ഫ്രീക്വൻസിക്ക് യാതൊരു ചേഞ്ചും സംഭവിക്കുന്നില്ല. ട്രാൻസ്ഫോമർ എന്ത് ചെയ്യുന്നു? വോൾട്ടേജ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു. ഫ്രീക്വൻസി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താക്കി സംഭവിക്കുക? കൊടുക്കുന്ന 230 വോൾട്ടേജിനെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്ക് 230 വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ 230 വോൾട്ടേജിനെ നമുക്ക് ഒരു പറയാൻ ഏകദേശം ഒരു എക്സാമ്പിൾ ഒരു 20 വോൾട്ടേജ് ആക്കി കൺവേർട്ട് ചെയ്യുന്നു. 20 വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇത് +10 വോൾട്ടേജ്, ഇവിടെ -10 വോൾട്ടേജ്. അപ്പോൾ 20 വോൾട്ടേജ്
എ സി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. 230 വോൾട്ടേജ് എ സി ആണ് ട്രാൻസ്ഫോമറിൽ കൊടുക്കുന്നത്. അവിടെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് വെക്കുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും? 230 വോൾട്ടേജിനെ കുറച്ച് 20 വോൾട്ടേജ് എ സി തന്നെ ആക്കുന്നു. അപ്പോൾ ട്രാൻസ്ഫോമർ ഇൻപുട്ട് എ സി ആണ്, ഔട്ട്പുട്ട് എ സി ആണ്. ആകെ വ്യത്യാസം വരുന്നത് വോൾട്ടേജ് കുറയ്ക്കുന്നു എന്നത് മാത്രമാണ്. The AC voltage 230 voltage 50 hertz is connected to the primary of transformer. The transformer steps down the AC voltage to the level required for desired DC. ഇതാണ് ഇതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. The transformer steps down the AC voltage to the level required for the desired AC output. Thus, with suitable turns ratio, we get the desired AC secondary voltage. ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്ന ഏതാണ്? എ സി വോൾട്ടേജ് തന്നെയാണ്. വോൾട്ടേജ് കുറഞ്ഞിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. അതാണ് ഫസ്റ്റ് ബ്ലോക്കായ ട്രാൻസ്ഫോമർ ചെയ്യുന്നത്. ആദ്യത്തെ ബ്ലോക്ക് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള റെക്ടിഫയറിലോട്ടാണ് കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് റെക്ടിഫയറിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ബ്ലോക്ക് ട്രാൻസ്ഫോമർ. സെക്കൻഡ് ബ്ലോക്കാണ് റെക്ടിഫയർ. ഇവിടെ റെക്ടിഫയറിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് ബേസിക്കലി ഒരു റെക്ടിഫയർ എന്ന് പറയുന്നത്? റെക്ടിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് എ സി ഇൻടു ഡി സി. റെക്ടിഫയർ ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് എ സി ഇൻടു ഡി സി. അപ്പോൾ റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുക്കുന്നത് എ സി ആണ്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ഡി സി ആണ്. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ കറക്റ്റ് ഡി സി ആവില്ല. കുറച്ച് എ സി കമ്പോണൻ്റ് കൂടി അതിൻ്റെ ഔട്ട്പുട്ടിലുണ്ടാവും. ആ എ സി കമ്പോണൻ്റെയാണ് റിപ്പിൾസ് എന്ന് പറയുക. റിപ്പിൾസ് അതിൻ്റെ കൺസെപ്റ്റ് ഒന്ന് നോക്കിയേ. റെക്ടിഫയർ ആണ്. റെക്ടിഫയറിൻ്റെ ഇൻപുട്ടിലോട്ട് വരുന്നത് ട്രാൻസ്ഫോമർ എന്നുള്ള എ സി ആണ്. റെക്ടിഫയറിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എ സിനെ ഡി സി ആക്കി മാറ്റുക. പക്ഷെ പ്രാക്ടിക്കൽ കേസിൽ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കുറച്ച് എ സി കമ്പോണൻ്റ് കൂടി ഉണ്ടാവും. അതിനെയാണ് റിപ്പിൾസ് എന്ന് പറയുന്നത്. ദ എമൗണ്ട് ഓഫ് എ സി പ്രസൻറ്റ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ ഈസ് കോൾഡ് റിപ്പിൾസ്. നമുക്ക് റിപ്പിൾസ് എന്ന് പറയുന്ന ആവശ്യമുള്ളതാണോ? അല്ല. നമുക്ക് റിപ്പിൾസ് എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യണം. അവിടെ നമുക്ക് ഏത് മാത്രം മതി? നമുക്ക് ഡി സി മാത്രം മതി. കാരണം എന്താണ്? പവർ സപ്ലൈയുടെ ഔട്ട്പുട്ട് ഡി സി ആണ് വേണ്ടത്. ആ എ സി കമ്പോണന്റ് നമുക്ക് റിമൂവ് ചെയ്യണം. ഇപ്പൊ റെക്ടിഫയറിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. റെക്ടിഫയർ ഈസ് എ സർക്യൂട്ട് ദാറ്റ് കൺവേർട്ട് എ സി വോൾട്ടേജ് ഇൻടു പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ്. ഒരു എ സിയെ ഡി സി ആക്കി മാറ്റുന്ന സർക്യൂട്ടാണ് റെക്ടിഫയർ എന്ന് പറയുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എ പൾസേറ്റിംഗ് ഡി സി വോൾട്ടേജ് മീൻസ് unidirectional voltage containing large varying component called ripple in it. ആ പൾസേറ്റിംഗ് ഡി സിയിൽ എന്തൊക്കെ ഉണ്ടാവും? ഡി സി ഉണ്ടാവും, കൂടാതെ എ സി കമ്പോണൻ്റ് ഉണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ഏതാണ്? ഡി സി ആണ്. എ സിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ആ എ സിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് അടുത്ത സ്റ്റേജ് ആയിട്ടുള്ള ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചേ? ട്രാൻസ്ഫോമറിലോട്ട് സൈൻ വേവ് കൊടുത്തു, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വോൾട്ടേജ് കുറച്ചു. ആ സൈൻ വേവ് റെക്ടിഫയറിലോട്ട് കൊടുത്തു, എ സിനെ ഡി സി ആക്കി മാറ്റി. പക്ഷേ ആ ഡി സിൻ്റെ കൂടെ എന്തുകൂടി ഉണ്ട്? കുറച്ച് എ സി കമ്പോണൻ്റ് കൂടി ഉണ്ട്. ആ എ സിനെ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫോമർ, സെക്കൻഡ് വൺ റെക്ടിഫയർ ആൻഡ് തേർഡ് വൺ ഫിൽറ്റർ. ഓക്കെ, ഫിൽറ്റർ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു നേരത്തെ റിപ്പിൾസ് ഉണ്ടായിരുന്നു. ആ റിപ്പിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് കപ്പാസിറ്റി ഫിൽറ്റർ ആയിരിക്കും കേട്ടോ. നമുക്ക് റെക്ടിഫയർ ഇതാണ്,
റെക്ടിഫയറിന്റെ ഇൻപുട്ടിലോട്ട് എ സി വന്നു. അതിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്കൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്താൽ ഈ കപ്പാസിറ്റർ ആണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഫിൽട്ടർ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് പാസസ് എ സി ആൻഡ് ബ്ലോക്സ് ഡി സി. കപ്പാസിറ്ററിന്റെ ബേസിക് ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് പാസസ് എ സി ആൻഡ് ബ്ലോക്സ് ഡി സി. ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് നോക്കിയേ. ഇവിടെ നമുക്ക് എന്തൊക്കെ വരാം? ഡി സിയും വരാം, നമുക്ക് ആവശ്യമില്ലാത്ത എ സിയും വരാം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ പോയിന്റിൽ എത്തുമ്പോൾ ഇവിടെ ഡി സിയും എ സിയും വന്നു, ഇതിലൂടെ ആ ഫ്ലോ ചെയ്യാണ്. അപ്പോൾ കപ്പാസിറ്ററിന് അവിടെ കാണുകയാണ്. നമ്മുടെ ഫ്രണ്ട് ഇപ്പോൾ കോളേജിലൂടെ നമ്മൾ നടന്നു പോവാണ്. അപ്പോൾ എന്താ ചെയ്യുക? നമ്മുടെ ഫ്രണ്ടിനെ കണ്ട ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോവില്ലേ? നമ്മൾ ശത്രു ആണെങ്കിൽ മൈൻഡ് ചെയ്യാതെ നേരെ വേറെ സ്ഥലത്തോട്ട് ക്യാൻറ്റീനോ ഗ്രൗണ്ടിലോട്ടോ പോകുന്നു. അപ്പോൾ ഇവിടെ എ സി ആണ് ഉള്ളത്. എ സിയുടെ ഫ്രണ്ട് ആരാണ്? കപ്പാസിറ്റർ ആണ്. അപ്പോൾ എ സി നേരെ കപ്പാസിറ്ററിൻ്റെ അടുത്തോട്ട് പോകുന്നു, നേരെ അത് ഗ്രൗണ്ട് ചെയ്ത് ഇല്ലാതെയാവുന്നു. ബാക്കിയുള്ളത് ഏതാണ്? അവിടെ ഡി സി മാത്രമാണ്. ആ ഡി സി നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നു. അപ്പോൾ ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്നത് പാരലായിട്ടാണ് റെക്ടിഫയറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ എ സി നേരെ കപ്പാസിറ്ററിലൂടെ ഫ്ലോ ചെയ്ത് ഗ്രൗണ്ടിലോട്ട് പോകുന്നു, ഡി സി ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. ഇനി ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഡി സി, പ്യുവർ ഡി സി അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫിൽട്ടർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിലെ എ സിയെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽട്ടർ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒറ്റ വാക്കുള്ളൂ, ടു റിമൂവ് ദ റിപ്പിൾ പ്രസന്റ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ. ടു റിമൂവ് ദ റിപ്പിൾ പ്രസന്റ് അറ്റ് ദ ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ. The filter circuit, that is capacitor, is used at the rectifier circuit which reduces the ripple content in the pulsating DC. അതാണ് ഇമ്പോർട്ടൻ്റ് ലൈൻ കേട്ടോ. Which reduces the ripple content in the pulsating DC and tries to make it smoother. Still, the filter output contains some ripple. This voltage is called unregulated DC voltage. ഒരു കപ്പാസിറ്റർ വെക്കുകയാണെങ്കിൽ റിപ്പിൾസ് കുറയും, വീണ്ടും കപ്പാസിറ്റേഴ്സ് വെക്കുകയാണെങ്കിൽ റിപ്പിൾസിന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ വേവ് ഫോമിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമ്മൾ എത്ര കൊടുത്തത്? ഒന്നാമത്തെ ട്രാൻസ്ഫോമർ ആയിരുന്നു, അവിടെ 230 വോൾട്ടേജ് ആണ് ഇൻപുട്ട് കൊടുത്തത്. അത് എന്ത് ചെയ്തു? റെക്ടിഫൈ ചെയ്തു. അത് ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എത്രയാണ്? ഇപ്പോൾ 20 വോൾട്ടേജ് ആണെങ്കിൽ ഇത് 10 വോൾട്ടേജ്, ഇത് -10 വോൾട്ടേജ്. റെക്ടിഫയറിന്റെ ഔട്ട്പുട്ടിൽ വരുമ്പോൾ റെക്ടിഫയറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും വേവ് ഫോം ഉണ്ടാവുക. ഇതിൽ VM തന്നെയാണ്, ഇവിടെ എന്തായിരുന്നോ VM ഉണ്ടായിരുന്നേ ആ 10 വോൾട്ടേജ് തന്നെയാണ് ഇവിടെ വരിക. ഇനി ഫിൽറ്ററും കൂടി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കുറച്ചും കൂടി വേവ് ഫോം എന്ന് പറയുന്നത് ഈ രീതിയിലാവും. ഇനിയും കപ്പാസിറ്റർ വെക്കുകയാണെങ്കിൽ ആ വേവ് ഫോം എന്ന് പറയുന്നത് കുറച്ചും കൂടി നന്നാവും. പക്ഷേ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും, 10 വോൾട്ടേജ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? 230 വോൾട്ടേജിനെ 5 വോൾട്ടേജ് ആക്കുക എന്നുള്ളതാണ്. 5 വോൾട്ടേജ്. ഇവിടെ എത്രയാണ് വരുന്നത്? 10 വോൾട്ടേജ് ആണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? അതിനെ ഒരു വോൾട്ടേജ് റെഗുലേറ്ററിലോട്ട് കൊടുക്കുകയാണ്. വോൾട്ടേജ് റെഗുലേറ്റർ. ഫസ്റ്റ് സ്റ്റേജ് ട്രാൻസ്ഫോമർ, സെക്കൻഡ് സ്റ്റേജ് റെക്ടിഫയർ, തേർഡ് സ്റ്റേജ് ഫിൽട്ടർ, ഫോർത്ത് സ്റ്റേജ് റെഗുലേറ്റർ. റെഗുലേറ്റർ ആ പേരിൽ തന്നെ മനസ്സിലാവും. ഇൻപുട്ടിൽ എത്ര വോൾട്ടേജ് വന്നാലും ഔട്ട്പുട്ട് ഒരു റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് റെഗുലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് റെഗുലേറ്റർ ആയിട്ട് സെനർ ഡയോഡ് യൂസ് ചെയ്യാം, സെനർ ഡയോഡ്. ദെൻ വോൾട്ടേജ് റെഗുലേറ്റർ ICs യൂസ് ചെയ്യാം, വോൾട്ടേജ് റെഗുലേറ്റർ IC. ഒരു സെനർ ഡയോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ 5.6 വോൾട്ടേജിൻ്റെ ഒരു സെനർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര വോൾട്ടേജ് ഇൻപുട്ടിൽ വന്നാലും അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5.6 ആയിരിക്കും. ഒരു 10 വോൾട്ടേജോ 20 വോൾട്ടേജോ
230 വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്താലും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ വാല്യൂ തന്നെയായിരിക്കും. അതേസമയം വോൾട്ടേജ് റെഗുലേറ്റർ ഐ സിക്ക് എക്സാമ്പിൾ ആണ് 7805 എന്ന് പറയുന്ന ഒരു ഐ സി. ഈ ഐ സിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് 5 വോൾട്ടേജ്, 7805 എന്ന് പറയുന്നത് 5 വോൾട്ടേജ് ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് വരിക. ഇപ്പോൾ 7812 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരിക 12 വോൾട്ടേജ് ആയിരിക്കും. ഇൻപുട്ടിൽ എന്ത് വേരിയേഷൻ ഉണ്ടായാലും അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ എത്രയാണ് വന്നത്? ഇവിടെ 10 വോൾട്ടേജ് ആണ് വന്നത്. നമുക്ക് എത്ര വേണ്ടത്? 5 വോൾട്ടേജ് ആണ് വേണ്ടത്. അപ്പോൾ 5 വോൾട്ടേജ് ഇവിടെ നമുക്ക് 5 വോൾട്ടേജ് ഡി സി കിട്ടാൻ വേണ്ടിയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും റെഗുലേറ്റഡ് സ്മൂത്ത് ഡി സി വോൾട്ടേജ് കിട്ടുന്നത്. ഒന്നുകൂടി ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് 230 വോൾട്ടേജ് എ സി ആണ്. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത് 20 വോൾട്ടേജ് ആണ്, +10 വോൾട്ടേജ് -10 വോൾട്ടേജ്. റെക്ടിഫയർ ചെയ്തു, റെക്ടിഫിക്കേഷന് ശേഷം ഈ വി എം ആണ് ഇവിടെ വരിക 10 വോൾട്ടേജ്. ദെൻ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫിൽറ്ററിലോട്ട് കൊടുത്തു. ഫിൽറ്ററിൽ നിന്ന് കിട്ടുന്നത് ഇങ്ങനത്തെ ഒരു വേവ് ഫോം ആയിരിക്കും. ആ വി എം എന്ന് പറയുന്നത് 10 വോൾട്ടേജ് ആണ്. ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ആ ഫിൽറ്ററിൻ്റെ ഔട്ട്പുട്ട് റെഗുലേറ്ററിലോട്ട് കൊടുക്കുന്നു. റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടാണ് ഈ 5 വോൾട്ടേജ് ഡി സി. ഇവിടെ വരുന്നത് 5 വോൾട്ടേജ് ആയിരിക്കും. എത്ര ഇൻപുട്ട് വന്നാലും ഒരു ഫിക്സഡ് ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് റെഗുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, a circuit is used after the filter is called a regulator circuit. The output of regulator is called a regulated smooth DC supply to which the load can be connected. Okay, അപ്പോൾ regulator എന്ന് പറഞ്ഞാൽ എന്താണ്? It is a circuit which regulate the input to a fixed value. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്? ഇവിടെ നോക്കിയേ, ഒരു ഡി സി പവർ സപ്ലൈയുടെ ബേസിക് ബ്ലോക്ക് ഡയഗ്രാം വരുന്നത്. ഒന്നാമത്തെ ബ്ലോക്ക് ഏതാണ്? ട്രാൻസ്ഫോമർ ആണ്. സെക്കൻഡ് ബ്ലോക്ക് റെക്ടിഫയർ ആണ്. തേർഡ് ബ്ലോക്ക് ഫിൽറ്റർ ആണ്. ഫോർത്ത് ബ്ലോക്ക് റെഗുലേറ്റർ ആണ്. ട്രാൻസ്ഫോമർ എന്തായിരുന്നു? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. വരുന്ന സിഗ്നലിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. ആ ഇൻപുട്ടാണ്, ഇവിടെ വരുന്ന ഇൻപുട്ടാണ് ഇത്, ഇവിടെ വരുന്ന സിഗ്നലാണ് ഇത്. അത് വരച്ചു വെക്കണം കേട്ടോ. ഇനി റെക്ടിഫയർ എന്താ ചെയ്യുക? എ സിനെ ഡി സി ആക്കി മാറ്റും. പക്ഷെ ഡി സിയിൽ കുറച്ച് എ സി കമ്പോണൻ്റ് കൂടി ഉണ്ടാവും. ഈ റിപ്പിളിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഫിൽറ്ററിലോട്ട് കൊടുക്കുന്നത്. റെക്ടിഫയറിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും, റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. ആ സിഗ്നൽ ആ ഓരോ പോയിന്റിലും വരയ്ക്കണം. ഇനി ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? കപ്പാസിറ്റർ ഫിൽറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. അതെന്താ ചെയ്യുക? ഇറ്റ് റിമൂവ് ദ റിപ്പിൾ പ്രസന്റ് ഇൻ ദ ഔട്ട്പുട്ട് ഓഫ് റെക്ടിഫയർ. ആ റിപ്പിൾസിനെ റിമൂവ് ചെയ്തതാണ് ഇവിടെ വരിക. നമുക്ക് ഇവിടെ കണ്ടാലും ചെറിയ റിപ്പിൾസ് പോലെയുണ്ട്. ഒന്നിൽ കൂടുതൽ കപ്പാസിറ്റേഴ്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഡി സി അതിൻ്റെ ഔട്ട്പുട്ടിൽ കിട്ടും. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഈ സിഗ്നൽ കൊടുക്കുന്നത്. റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് ആയിരിക്കും ഇത് വരുന്നത്. റെഗുലേറ്റർ എന്താ ചെയ്യുക? എത്ര വോൾട്ടേജ് കൂടുതലാണെങ്കിലും ഒരു ഫിക്സഡ് വാല്യൂയിലോട്ട് എത്തിക്കുന്നത് വോൾട്ടേജ് റെഗുലേറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കുക, അതിൻ്റെ വേവ് ഫോംസ് വരയ്ക്കുക, ഓരോ ബ്ലോക്കിൻ്റെ ഫങ്ഷൻസ് ഇതുപോലെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് സർക്യൂട്ട് ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമുക്ക് സർക്യൂട്ട് ഡയഗ്രാം പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത് കാണിച്ചതാണ്. ട്രാൻസ്ഫോമർ, ബ്രിഡ്ജ് റെക്ടിഫയർ, കപ്പാസിറ്റർ ഫിൽറ്റർ ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഇവിടെയാണ് 7805 എന്ന് പറയുന്ന വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി വെച്ചിരിക്കുന്നത്. ഇവിടെ ഇൻപുട്ട് എത്ര കൊടുത്തേ നോക്കിയേ. ഇൻപുട്ട് എന്ന് പറയുന്നത് 230 വോൾട്ടേജ് 50 ഹെഡ്സ് ആണ്. ഔട്ട്പുട്ട് കിട്ടുന്നത് എത്രയാണ്? 5 വോൾട്ടേജ് ഡി സി ഔട്ട്പുട്ടാണ്. 5 വോൾട്ടേജ് ഡി സി ഔട്ട്പുട്ട്. ഇപ്പോൾ എ സിയെ ഡി സി ആക്കി മാറ്റുന്നു. ഇതാണ് എവിടെ സംഭവിക്കുന്നത്? ഒരു ഡി സി പവർ സപ്ലൈയുടെ ബ്ലോക്ക് ഡയഗ്രത്തിൽ സംഭവിക്കുന്നത്. സോ ദീസ് ആർ ദ അപ്ലിക്കേഷൻസ് ഓഫ് ഡി സി പവർ സപ്ലൈ. എവിടേക്കാണ് ഡി സി പവർ സപ്ലൈ യൂസ് ചെയ്യുന്നത്? അതിന് മെയിൻ ഉദ്ദേശം എന്താണ്? ഒരു പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ
പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്യുപ്മെന്റ്. ഒരു സർക്യൂട്ടോ ഡിവൈസോ വർക്ക് ചെയ്യാൻ ആവശ്യമായ പവർ സപ്ലൈ ചെയ്യുന്ന ഡിവൈസ്. എവിടേക്ക് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൽ പവർ സപ്ലൈ യൂസ് ചെയ്യുന്നു. ബാറ്ററി ചാർജിങ്, LED ലൈറ്റിംഗ് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെന്റ്സ്, ഇൻഡസ്ട്രിയൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ്, മെഡിക്കൽ എക്യുപ്മെന്റ്, കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽസ്, ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ പവർ സിസ്റ്റംസ്. അപ്പോൾ ഒരു ഇലക്ട്രോണിക് സിസ്റ്റം യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും അതിനെ പവർ ചെയ്യാൻ വേണ്ടി നമുക്ക് DC പവർ സപ്ലൈ ആവശ്യം ആണ്. ഈ ആപ്ലിക്കേഷൻ കൂടി ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക. അപ്പം ഇത്രയുമാണ് നമ്മുടെ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് DC പവർ സപ്ലൈ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പം എന്താണ് ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് ഒരു പവർ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ എക്യുപ്മെന്റ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഗിവ് സഫിഷ്യൻറ്റ് പവർ ഫോർ എ ഡിവൈസ് ഓർ എ സർക്യൂട്ട്. ആ DC പവർ സപ്ലൈയുടെ ഇൻപുട്ട് AC ആണ്, ഔട്ട്പുട്ട് വരുന്നത് DC ആണ്. അതിന് മെയിൻ ബ്ലോക്സ് ഏതൊക്കെയാണ്? ട്രാൻസ്ഫോമർ, റെക്ടിഫയർ, ഫിൽറ്റർ ആൻഡ് വോൾട്ടേജ് റെഗുലേറ്റർ. ഓരോ ബ്ലോക്കിൻ്റെ ഈ ഫങ്ഷൻസ് പഠിക്കുക. കൂടാതെ ആ ബ്ലോക്ക് ഡയഗ്രാം വേവ് ഫോം ഒക്കെ നന്നായിട്ട് വരച്ച് എക്സാമിന് വെക്കുക. ഓക്കെ, ഇതിനോട് റിലേറ്റ് ചെയ്ത നമുക്ക് എല്ലാ സെഷൻസും എല്ലാ ക്ലാസ്സുകളും ഈ സബ്ജക്റ്റിൻ്റെ വാട്സാപ്പിൽ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് അതുപോലെ പഠിക്കുക. എല്ലാവരും നന്നായി പഠിച്ച് എക്സാമൊക്കെ നന്നായിട്ട് എഴുതുക. അടുത്ത ടോപ്പിക്കുമായി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ.